ഉണ്ണി, ദാസൻ, മോനായി എന്നീ 3 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ഐസ്ക്രീം പാർലർ നടത്തിയിരുന്നു. ഒരു രാത്രി ഇവരുടെ ബോസായ ഈപ്പച്ചനെ വാടക കൊലയാളികൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈപ്പച്ചൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇവരുടെ ഐസ്ക്രീം പാർലറിൽ കാർ ഇടിച്ച് അപകടമുണ്ടാക്കി. അതോടെ അവരുടെ കട പൂർണ്ണമായും തകർന്നു. നഷ്ടപരിഹാരം ചോദിച്ചപ്പോൾ ഈപ്പച്ചൻ അത് നൽകിയില്ല. ഇത് മോനായിക്ക് ഈപ്പച്ചനോട് കടുത്ത ദേഷ്യത്തിന് കാരണമായി. ഇതിനിടെ ഈപ്പച്ചൻ ഉണ്ണിക്കും ദാസനും തന്റെ ഓഫീസിൽ ജോലി നൽകി. എന്നാൽ മോനായിക്ക് മാത്രം ജോലി കൊടുത്തില്ല. ഈ ദേഷ്യത്തിൽ ഈപ്പച്ചന്റെ പിറന്നാൾ ആഘോഷത്തിന് മോനായി വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈപ്പച്ചനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മോനായി ഈപ്പച്ചന്റെ അടുത്തെത്തുമ്പോഴേക്കും ഒരു വാടക കൊലയാളി ഈപ്പച്ചനെ കൊന്നിരുന്നു. ഉണ്ണിയും ദാസനും ഈപ്പച്ചന്റെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം മരിച്ചുകിടക്കുന്നതാണ് കാണുന്നത്. മോനായിയുടെ ഭീഷണിയും ഈപ്പച്ചന്റെ മരണസമയത്തെ സാഹചര്യങ്ങളും കാരണം പോലീസ് പിടിയിലാകുമെന്ന് ഭയന്ന് ഉണ്ണിയും കൂട്ടുകാരും ചേർന്ന് ഒരു നാടകം തുടങ്ങി. ഈപ്പച്ചൻ മരിച്ചിട്ടില്ലെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായി മൃതദേഹത്തെ ജീവനുള്ളതുപോലെ ചലിപ്പിച്ച് തങ്ങളുടെ ബോസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അവർ വരുത്തി തീർക്കുന്നു. ഈപ്പച്ചൻ മരിച്ചെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ അറിയാതെ ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഒടുവിൽ ഈപ്പച്ചന്റെ യഥാർത്ഥ കൊലയാളി ആരാണെന്ന് കൂട്ടുകാർ കണ്ടെത്തുകയും അയാളെ പോലീസിനെക്കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുകയും ചെയ്യുന്നതോടെ കഥ അവസാനിക്കുന്നു.